വയലൻസ് അങ്ങനെ ഡാർക്കായിട്ടില്ല, പക്ഷേ അത് ചെയ്തു വെച്ചേക്കുന്ന ഒരു രീതിയുണ്ട്. അത് പ്ലേസ് ചെയ്തേക്കുന്ന രീതിയൊക്കെ നല്ല ഡിഫറെൻ്റ് ആണ്. ഇതിലിപ്പം ബേസിലും നസ്രീം മാത്രമല്ല, ബാക്കി അഭിനയിച്ചേക്കുന്നവരെല്ലാം അവരുടെ റോൾ പെർഫെക്റ്റ് ആയിട്ട് അവർ വന്നിട്ടുണ്ട്. കോമഡി അവിടെ ഇവിടെയൊക്കെ ചെയ്ത്, പക്ഷേ ഒരു പടത്തിൻ്റെ ഒരു ടൈം കഴിയുമ്പോഴല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആവും. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ ഒരു അവസാനത്ത് 20 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആവും. അപ്പോൾ ആ ഒരു ലെവലിലാണ് എനിക്ക് ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നുന്നു. കാരണം അന്ന് ആ ദൃശ്യം ഏത് കയറി കത്തിയോ ആ ലെവലിൽ പടം കയറി കത്തുന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. വാട്ട് എ മേക്കിംഗ്, സൂപ്പർ മൂവി. അതിൽ കൂടുതൽ വേറെ വാക്കുകളൊന്നും പറയാനില്ല. തിയേറ്റർ വാച്ചബിൾ ഐറ്റം തന്നെയാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ സ്പെൻഡ്. ഞാൻ നിങ്ങളെപ്പോലെ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. സിനിമ കണ്ടപ്പം പ്രേക്ഷക എന്ന നിലയിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ദിസ് വർക്ക്. ആൻഡ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ടു ബി ലൈക്ക് ദിസ് ഭയങ്കര ഹാപ്പിയാണ്. ത്രില്ലർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ത്രില്ലർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ബേസിലേറ്റൻ വില്ലനാണെന്നുള്ള ഓൾറെഡി നമുക്കറിയാം. അപ്പം വില്ലൻ ക്യാരക്ടർ എനിക്ക് പുതുമയാണ് ബേസിലേറ്റൻ. എനിക്കൊന്നും പറയാനില്ല. ബേസിക്കലി എനിക്ക് ഇത് വർക്കായി. ഇറ്റ് വാസ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ടൈം വാച്ചാണ് ഞാൻ. നസ്രിയ ബേസിൽ പോകുമ്പോൾ അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ ഐ ഹാഡ് വെരി ഹാപ്പി.